ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ കസിൻ്റെ കല്യാണമാണെന്ന് ഞാൻ കഴിഞ്ഞ 2 വ്ളോഗിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കല്യാണത്തിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങളായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. വെൽക്കം ടു ജസ്ലാസ് കിച്ചൺ. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ വരുന്നത് ജനുവരി 25-26 ആയിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് ജനുവരി 24-നാണ്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് എടുക്കാൻ പോയതൊക്കെ. ഈ ഒരു ഡ്രസ്സാണ് ഞാൻ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കല്യാണ പെണ്ണിന് ഡ്രസ്സ് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പെണ്ണിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ഡ്രസ്സ് ഇടാമെന്നുള്ളത്. അപ്പോൾ ഇന്നേക്ക് ഭയങ്കര ഹെവി ആക്കണ്ടെന്ന് കരുതി സിമ്പിൾ ഡ്രസ്സാക്കാമെന്ന് കരുതി അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മൂത്താപ്പാടെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഡ്രസ്സൊക്കെ കൊണ്ടുകൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്നെ അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഉമ്മയും ഉപ്പയൊക്കെ കാറിൽ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പോകാനുള്ള പരിപാടിയിലാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവരെന്നെ കൊണ്ടുപോകാതെ പോകും. പിന്നെ മൂത്താപ്പാടെ വീട് നമ്മൾ തൊട്ടടുത്തല്ല, കുറച്ച് അങ്ങോട്ട് പോകണം. നടക്കാനുള്ള ദൂരമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നടക്കണമെങ്കിൽ നടക്കാം, വണ്ടിയിൽ പോകണമെങ്കിൽ വണ്ടിയിൽ പോകാം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയോണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു കല്യാണത്തിന് ജാഫും അജും നാഫി നസ്രിയും എന്തിനും നമ്മൾ എൽഹം ബേബി ഇല്ലാന്നിട്ടൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു. കല്യാണത്തിന് ആരും ഇല്ലാത്ത പോലെ ഉണ്ടായിരുന്നു. കാരണം എൽഹം ബേബിക്ക് കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇതാണ്. ലാസ്റ്റ് ഇപ്പോൾ എൻ്റെ കല്യാണമാണ് ഇപ്പോൾ അവളെ മൈൻഡിലുള്ള ആകെയുള്ളൊരു കല്യാണം. അപ്പോൾ ഏത് കല്യാണമാണെന്ന് പറയുകയാണെങ്കിലും ബാബിൻ്റെ കല്യാണമാണോ എന്ന് ചോദിക്കും അവൾ. അങ്ങനെ നമ്മൾ മൂത്താപ്പാടെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളെ പുതുമണവാളൻ അവിടുന്ന് നമ്മളെ എന്താ പറയുക സ്വാഗതം ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ കാറിൽ കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ കുറേ പേരൊന്നും പോകുന്നില്ല, നമ്മൾ 5 പേരാണ് പോയിട്ടുണ്ടായിരുന്നത്. ഡ്രസ്സെല്ലാം മാറിക്കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടുന്ന് നല്ല മിററൊക്കെ കണ്ടപ്പോൾ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 8 മണിക്കായിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് പോകുമ്പോൾ ഷെറിൻ്റെ ഹസ്ബൻഡ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ കൂടെ ഉള്ളത് ഷെറി ഉണ്ട്, എൻ്റെ മൂത്താപ്പാൻ്റെ മകളാണ് ഷെറി. അവൾ ഹസ്ബൻഡും പിന്നെ മൂത്താപ്പാൻ്റെ മരുമകളും ഉണ്ട്, പിന്നെ അവരൊരു അയൽവാസിയുണ്ട്, പിന്നെ ഞാനും. അങ്ങനെ നമ്മൾ 5 പേരാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ കല്യാണ പെണ്ണിൻ്റെ വീട് വരുന്നത് കോട്ടക്കൽ ഭാഗത്താണ്. അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് 1-2 സാധനങ്ങളും വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഒരു ഷോപ്പിൽ സെലിന താത്ത ഫോൺ മറന്നു വെച്ചിട്ട് ആകെ ടെൻഷനായിരുന്നു. പിന്നെ നമ്മളവിടെ കൊടുത്ത് ഏൽപ്പിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. എനിക്ക് വീഡിയോ എടുത്ത് പോകാൻ നല്ല ചടപ്പുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ആരും ഇല്ലാത്ത സമയം നോക്കി മാത്രം ഇങ്ങനെ ചെറുതായിട്ടൊക്കെ വീഡിയോ എടുത്താണ്. അപ്പോൾ നമ്മളവിടെ ചെന്ന പാടനെ അവരൊരു ജ്യൂസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ കല്യാണ പെണ്ണത് അവിടെ ഉമ്മയുടെ കല്യാണ സാരിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു ട്രെൻഡ് ഇറങ്ങിയിട്ടുണ്ടല്ലോ, മെഹന്തി നൈറ്റിന് ഉമ്മാരെ കല്യാണ സാരിയൊക്കെ എടുക്കുന്നത്. എൻ്റെ പരിപാടിക്ക് പിന്നെ ഉമ്മയുടെ സാരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മൂത്തുമ്മയുടെ മകളുടെ കല്യാണ സാരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതായിരുന്നു. പിന്നെ എവിടെ പോയാലും നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ ഭയങ്കര ഉഷാറാണല്ലോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ കല്യാണ പെണ്ണിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അവരെ വീട്ടിൽ 2-3 ദിവസമായിട്ട് പരിപാടികൾ തന്നെയാണ്. അങ്ങനെയാണല്ലോ, കല്യാണ പെണ്ണിൻ്റെ വീട്ടിൽ പല ഐറ്റംസ് പരിപാടികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ ആ ഒരു പരിപാടിയിൽ എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും ഒരു സൈഡിലിരുന്നു. പിന്നെ ഞങ്ങളുടേതായ കുറേ സംസാരങ്ങളൊക്കെ സംസാരിച്ചു. പിന്നെ ഇവരുടെ നിക്കാഹ് കഴിഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരുടെ നിക്കാഹിന് നമ്മൾ ഫാമിലി എല്ലാവരും UAE-യിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളാർക്കും അതിന് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ റൂമിൽ ഒരു കുറച്ച് ലൈറ്റ് കുറവായതുകൊണ്ട് ഞങ്ങൾ ഫിൽറ്റർ ഇട്ടിട്ടാണ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തത്. അതാണ് ഞങ്ങളുടെ മുഖം ഇങ്ങനെ വെട്ടിത്തിളങ്ങി നിൽക്കുന്നത്. ഷെറിൻ്റെ ഹസ്ബൻഡ് അവിടെ കട്ടപ്പോസ്റ്റ് ആയിട്ടിരിക്കുകയാണ്. കാരണം അവർക്ക് കമ്പനിക്ക് പ്രത്യേകിച്ച് നമ്മളെ കൂടെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളിവിടെ ഭയങ്കര സംസാരമായിട്ട് അവരെ ഒന്ന് പോവില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വൈകിട്ട് ഈ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ തിരിച്ച് ഹസ്ബൻഡിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങോട്ട് തന്നെ വരണ്ടേന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ഒരു 9:45 നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് തിരിച്ച് വരുന്ന സമയത്തും 1-2 ഷോപ്പുകളിൽ കയറാനുണ്ടായിരുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ വീട്ടിലെത്തിയപ്പോഴേക്കും ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഷെറിയും ഹസ്ബൻഡും കൂടി തിരിച്ച് തന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. പിന്നെ കല്യാണ പെണ്ണിൻ്റെ വീട്ടിൽ 2 വീഡിയോസ് കൂടെ ഞാൻ ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. See you in my next video. Thank you for watching.